എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഹലീഫ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനി തഫ്സീറോട് കൂടിയുള്ള ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 17ാമത്തെ അധ്യായമായ സൂറത്ത് ഇസ്രായിലെ 8 മുതൽ 17 വരെയുള്ള സൂക്തങ്ങളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസാ റബ്ബുക്കും അൻ യർഹമുക്കും വഇൻ അത്തും അദ്നാ വജഅൽനാ ജഹന്നമ ലിൽകാഫിരീന ഹസീറാ. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് കരുണ ചെയ്യുമാറായേക്കാം. നിങ്ങൾ വീണ്ടും ആവർത്തിച്ചുവെങ്കിൽ നാമും ആവർത്തിക്കുന്നതാണ്. അവിശ്വാസികൾക്ക് ജഹന്നമിനെ നാം തടങ്കൽ സ്ഥാനമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വമു യുബശ്ശിറുൽ മുഅ്മിനീൻ ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് മാർഗദർശനം നൽകുന്നു. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലുതായ പ്രതിഫലം ഉണ്ടെന്ന് അതവരെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. وأن الذين لا يؤمنون بالآخرة പരലോകത്തിൽ വിശ്വസിക്കാത്തവരാകട്ടെ അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നുവെന്നും. മനുഷ്യൻ ഗുണത്തിനു പ്രാർത്ഥിക്കുന്ന പ്രകാരം ദോഷത്തിനും പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ധൃതി കൂട്ടുന്നവനാകുന്നതാണ്. وجعلنا الليل والنهار آيتين ومحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا. രാത്രിയെയും പകലിനെയും നാം 2 ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. എന്നാൽ രാത്രിയാകുന്ന ദൃഷ്ടാന്തത്തെ നാം മായിച്ചു ഇരുട്ടിയതാക്കി വെച്ചു. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾ തേടിയെടുക്കാൻ വേണ്ടി പകലാകുന്ന ദൃഷ്ടാന്തത്തെ നാം കാണത്തക്ക വെളിച്ചമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും അറിയുവാൻ വേണ്ടിയും എല്ലാ കാര്യവും തന്നെ നാം അത് വിസ്തരിച്ച് വിശദീകരിച്ചിരിക്കുന്നു. ആവശ്യമായതൊന്നും നാം വിവരിക്കാതിരുന്നിട്ടില്ല. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. എല്ലാ മനുഷ്യനും തന്നെ അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ നാം ഏർപ്പെടുത്തി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളിൽ അവന് ഗ്രന്ഥം നാം വെളിക്കു കൊണ്ടുവരികയും ചെയ്യും. വിരുത്തപ്പെട്ടതായി അതവൻ കണ്ടെത്തുന്നതാണ്. يقرأ كتابك كفى بنفسك اليوم عليك حسيبا. നിന്റെ ഗ്രന്ഥം നീ വായിച്ചു കൊള്ളുക. നിന്റെ പേരിൽ കണക്ക് നോക്കുന്നവനായി ഇന്ന് നീ തന്നെ മതി. من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا مغذبين حتى نبعث رسولا. ആര് നേർമാർഗം പ്രാപിച്ചുവോ അവൻ തന്റെ സ്വന്തത്തിനു വേണ്ടി തന്നെയാണ് നേർമാർഗം പ്രാപിക്കുന്നത്. ആര് വഴിപിഴച്ചുവോ അവൻ അതിനെതിരായി തന്നെയാണ് വഴിപിഴക്കുന്നതും. കുറ്റം വഹിക്കുന്ന ഒരു ദേഹവും അഥവാ ആത്മാവും മറ്റൊന്നിന്റെ കുറ്റം വഹിക്കുകയില്ല. ഒരു റസൂലിനെ അയക്കുന്നതുവരെ നാം ആരെയും ശിക്ഷിക്കുന്നവരായിരിക്കില്ലതാണ്. وإذا أردنا أن نهلك قرية أمرنا متر فيها فسقوا فيها فحق عليها القول ودمرناها تدميرا. ഒരു രാജ്യത്തെ നാം നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചാൽ അതിലെ സുഖ്യന്മാരോട് നാം കൽപ്പിക്കും,
അനുസരിക്കുവാൻ കൽപ്പന കൊടുക്കും. എന്നിട്ട് അവർ അതിൽ തോന്നിവാസം പ്രവർത്തിക്കും. അങ്ങനെ അതിൻ്റെ മേൽ ആ വാക്ക് ന്യായമായി സ്ഥിരപ്പെടും. അപ്പോൾ നാം അതിനെ ഒരു തകർക്കുന്നതാണ്. وكم أهلكنا من القرون من بعد نوح وكفى بربك بذنوب عباده خبيرا بصيرا. നൂഹിനു ശേഷമായി എത്രയേറെ തലമുറകളെയാണ് നാം നശിപ്പിച്ചിരിക്കുന്നത്. തന്റെ അടിയന്മാരുടെ പാപങ്ങളെപ്പറ്റി സൂക്ഷ്മജ്ഞനും കണ്ടറിയുന്നവനുമായി നിന്റെ റബ്ബ് തന്നെ മതിദാനം. അസ്സലാമു അലൈക്കും.